ആദ്യം റഹീസ് റഷീദിലേക്കാണ്. റഹീസ, പാളയത്ത് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റ് പിന്നിട്ട് നീണ്ട വലിയ പ്രതിഷേധ പ്രകടനം. ഒരുപക്ഷെ കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ശക്തി പ്രകടനം എന്ന് വിശേഷിപ്പിക്കാം. അതിൽ അണിനിരുന്നത് DCCയുടെ പ്രധാനപ്പെട്ട നേതാക്കളും KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അടക്കം നേതാക്കളുമാണ്. മധു, ഒരേ സമയം രണ്ട് പ്രകടനമാണ് VD സതീശന് വേണ്ടി തിരുവനന്തപുരത്ത് നടന്നത്. MLA ഹോസ്റ്റലിന്റെ മുമ്പിൽ നിന്ന് ഒരു പ്രകടനം വന്നു, മറ്റൊരു പ്രകടനം വന്നത് രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ നിന്നാണ്. ആ പ്രകടനം സെക്രട്ടേറിയറ്റിന് മുന്നിലൂടെ കടന്നു വന്നപ്പോൾ അസാധാരണമായ ചില സംഭവവികാസങ്ങൾ നമ്മൾ കണ്ടു. സെക്രട്ടേറിയറ്റിലെ നോർത്ത് ഗേറ്റിന് മുൻവശത്ത് KC വേണുഗോപാൽ ഇനി കേരളത്തെ നയിക്കും എന്നവകാശപ്പെട്ട് KC വേണുഗോപാൽ അനുകൂലികൾ വെച്ചിരുന്ന ഫ്ലെക്സ് വലിച്ചു കീറുന്ന രമേശ് ചെന്നിത്തല VD സതീശൻ അനുകൂലികളെ നമ്മൾ കണ്ടു. ഈ ഫ്ലെക്സ് വലിച്ചു കീറുന്ന സമയത്ത് തൊട്ടിപ്പുറത്ത് ജനതയും ഞങ്ങളുടെ ജനിതകവും അങ്ങേക്കൊപ്പം എന്ന് പറഞ്ഞ് VD സതീശന്റെ വലിയൊരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സിൽ തൊടാതെയാണ് പോയത്. അതിനും അപ്പുറത്ത് കുഞ്ഞൂഞ്ഞിന് ശേഷം ഉമ്മൻചാണ്ടി എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ഹൃദയ തുടിപ്പാണ്. ആ ഉമ്മൻചാണ്ടിയുടെ പടം KC വേണുഗോപാലിന്റെ ചിത്രം തൊട്ട് സമീപത്തുള്ളത് കൊണ്ട് KC വേണുഗോപാലിന്റെ ചിത്രം വെട്ടി വലിച്ചു കീറിക്കളയുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ചിത്രവും വലിച്ചു കീറിപ്പോയി. ആ സ്ഥലത്തേക്ക്, കീറിക്കളഞ്ഞ സ്ഥലത്തേക്ക് പട നയിച്ചവൻ നാട് നയിക്കട്ടെ, ജനതയും ജനിതകയും അങ്ങേക്കൊപ്പം എന്ന് പറയുന്ന ഈ കാണുന്ന VD സതീശൻ ചിരിച്ചു നിൽക്കുന്ന ഈ പറയുന്ന അവർ പ്രകടനത്തിൽ ഉപയോഗിച്ച ഈ ബോർഡുകൾ വെക്കുന്ന കാഴ്ചയും കണ്ടു. KPCC അംഗങ്ങൾ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാനമാർ, KSUവിന്റെ സെക്രട്ടറിമാർ, കോൺഗ്രസിന്റെ ബ്ലോക്ക് ഭാരവാഹികൾ അടക്കം ഒരുപക്ഷെ ഈ അടുത്തിടെ തിരുവനന്തപുരം നഗരത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ പരിപാടികളിൽ ഏറ്റവും അധികം ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയായി VD സതീശന് വേണ്ടി നടത്തിയ ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചിനെ കാണാം. മധു, റോഷിപാൽ കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. റോഷിപാൽ, KPCC കുറച്ചു മുൻപാണ്, മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമാണ് പ്രകടന വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചത്. ഈ പ്രകടനങ്ങൾ നടക്കുന്നതിന്റെ സമാന്തരമായി VD സതീശൻ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലുള്ള ശക്തി പ്രകടനങ്ങൾ പാടില്ല എന്ന് ആഹ്വാനം ചെയ്തു. പക്ഷേ ഇത് ആരുടെയും അനുമതിയോടുകൂടിയോ ആശീർവാദത്തോടു കൂടിയല്ല, ജനവികാരം എന്ന പ്രതികരണമാണ് ഉണ്ടായത് പ്രകടനങ്ങൾക്കിടയിൽ നിന്ന്. അത് KPCC നേരത്തെ തന്നെ ഈ പ്രകടനങ്ങൾ വിലക്കിയിരുന്നു. കാരണം കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. അതിന്റെ അടുത്ത ഘട്ടമാണ് നാളെ ദില്ലിയിൽ തുടങ്ങുന്നത്. ഇന്ന് AICCയുടെ നിർദ്ദേശപ്രകാരം കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ദില്ലിയിലേക്ക് രാത്രി തിരിക്കും. 9 മണിയോടെ രമേശ് ചെന്നിത്തല, VD സതീശൻ, സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ദില്ലിയിൽ പോകും. നാളെ മുഴുനീള ചർച്ചയാണ് പാർലമെന്ററി പാർട്ടി ലീഡറെ തെരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്. ആദ്യഘട്ടം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പൂർത്തിയായതാണ്. MLAമാരുടെ അഭിപ്രായം ആരാഞ്ഞു കഴിഞ്ഞു. ആ തീരുമാനം വരുന്നതിന് മുമ്പ് തന്നെ VD സതീശനെ അനുകൂലിക്കുന്നവർ പ്രതിഷേധ പ്രകടനങ്ങളുമായി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ്. അത് പാർട്ടിക്ക് വലിയ അപകടം ചെയ്യും എന്ന് മനസ്സിലാക്കിയാണ് ഹൈക്കമാൻഡ് തന്നെ KPCCയോട് പ്രകടനം വിലക്കാൻ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC സർക്കുലർ പുറത്തിറക്കിയത്. പ്രകടനത്തിൽ പങ്കെടുക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകും, ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കാൻ പാടില്ല, മുദ്രാവാക്യം മുഴക്കാൻ പാടില്ല, അച്ചടക്ക ലംഘനമായി കണ്ടുകൊണ്ട് നടപടിയുണ്ടാകുമെന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ മുന്നറിയിപ്പ്. അതിന് തൊട്ടുപിന്നാലെ തന്നെയാണ് VD സതീശന്റെ ഫേസ്ബുക്ക് കുറിപ്പും വന്നത്. ആരും പ്രവർത്തകരൊന്നും ഈ ഫ്ലക്സ് ബോർഡ് സ്ഥാപിക്കുകയോ പ്രകടനം നടത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്യാൻ പാടില്ല, അത് അച്ചടക്ക ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് കുറിപ്പ് കൂടി VD സതീശന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ കുറേ ദിവസമായി ഫ്ലക്സ് ബോർഡ് വെച്ചുകൊണ്ടുള്ള ഒരു പോരായിരുന്നു. അത് ഇന്ന് കരിയോയിൽ പ്രയോഗത്തിലേക്ക് എത്തി. ഇന്ന് പുലർച്ചയോടെ KC വേണുഗോപാലിന്റെ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം, തൊട്ടുപിന്നാലെ VD സതീശന്റെ ഫ്ലക്സ് ബോർഡിൽ കരിയോയിൽ പ്രയോഗം. അത് ഒടുവിൽ ഫ്ലക്സ് ബോർഡുകളടക്കം കീറുന്ന രീതിയിൽ തെരുവിൽ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഏതാണ്ട് 2003 കോൺഗ്രസിൽ K കരുണാകരൻ ഉണ്ടാക്കിയ ആ വിഭാഗീയതയും വിമത നീക്കവും ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം VD സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ ഹൈക്കമാൻഡ് കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് KPCC അധ്യക്ഷൻ അറിയിക്കുന്നത്. റോഷിപാലും റഹീസ് റഷീദുമാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം അടക്കം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ VD സതീശൻ അനുകൂലികൾ VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബാനറുകളേന്തി, ഫ്ലക്സ് ബോർഡുകളേന്തി ഒക്കെ വലിയ പ്രതിഷേധം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. ഹൈക്കമാൻഡ് നിരീക്ഷകർ റിപ്പോർട്ട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കൈമാറി. സംസ്ഥാനത്തെ സാഹചര്യം സങ്കീർണമാണെന്ന് നിരീക്ഷകർ ഖാർഗെ അറിയിച്ചു. സതീശനും ചെന്നിത്തലയും സണ്ണി ജോസഫും അല്പസമയത്തിനകം ദില്ലിക്ക് തിരിക്കും. ഞായറാഴ്ചയോടെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം.